നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം റൗണ്ടിലെ ആദ്യ മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയും ഫോഴ്സ കൊച്ചിയും സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം അടിച്ചാണ് പോയിന്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. തങ്ങളുടെ ആദ്യ മത്സരത്തിൽ മലപ്പുറം എഫ് സിയോട് ഫോഴ്സ കൊച്ചി തോറ്റിരുന്നു. അങ്ങനെ ഈ കളിയുടെ സമനിലയോടുകൂടി അവരൊരു പോയിന്റ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ആദ്യ കളിയിൽ കണ്ണൂർ എഫ് സി വിജയിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അവർ തൃശ്ശൂരിനെ പരാജയപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഈ കളിയിൽ അവർ സമനില വഴങ്ങി. അങ്ങനെ ടോട്ടൽ 4 പോയിന്റിലേക്ക് അവർ തിരികെയാണ്. മത്സരത്തിൽ 18ാമത്തെ മിനിറ്റിൽ ഡേവിഡ് ഗ്രാൻഡയിലൂടെ കണ്ണൂർ വാരിയേഴ്സ് ആണ് ആദ്യം ലീഡെടുത്തത്. ഫോഴ്സ കൊച്ചിയുടെ വെറ്ററൻ ഗോൾ കീപ്പർ സുഭാഷിഷ് റോയ് ചൗധരിയുടെ മിസ്റ്റേക്കിൽ നിന്ന് ക്യാപിറ്റലൈസ് ചെയ്തിട്ടാണ് ഡേവിഡ് ഗ്രാൻഡെ തൻ്റെ ടീമിനെ മുന്നിലേക്ക് എത്തിച്ചത്. കണ്ണൂർ വീണ്ടും തുടർച്ചയായിട്ട് ആക്രമണങ്ങൾക്കൊക്കെ തുനിഞ്ഞെങ്കിലും ആദ്യ പകുതിയിൽ പിന്നീട് അവർക്ക് ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇടവേള സമയത്ത് ഏകപക്ഷീയമായ ഒരു ഗോളിന് കണ്ണൂർ മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ ഫോഴ്സ കൊച്ചി തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഒടുവിൽ അവർ അതിൽ ലക്ഷ്യം കാണുകയും ചെയ്തു. കളിയുടെ 76ാമത്തെ മിനിറ്റിൽ വസന്ത നേടിയിട്ടുള്ള ഗോളിലൂടെ അവർ ഒപ്പം പിടിക്കുകയായിരുന്നു. സമനില പിടിച്ചതോടുകൂടി പിന്നെ വിജയ ഗോളിനായിട്ടുള്ള ശ്രമങ്ങൾ കൊച്ചിയുടെ ഭാഗത്തു നിന്നും നമ്മൾ കണ്ടു. പക്ഷേ ഏതായാലും കണ്ണൂർ ഡിഫൻസ് ആ ഘട്ടങ്ങളിൽ ശക്തമായിട്ട് നിന്നതോടുകൂടി മത്സരം 1-1 സമനിലയിൽ അവസാനിക്കുകയായിരുന്നു. നാളെ മലപ്പുറത്ത് തീവറക്കുന്ന പോരാട്ടമാണ്. മലബാർ ഡെർബിയാണ്. കാലിക്കറ്റും മലപ്പുറവും തമ്മിൽ മലപ്പുറത്തെ പയ്യനാട് സ്റ്റേഡിയത്തിൽ വെച്ച് ഏറ്റുമുട്ടും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.